ന്യൂസ് 18 ഓട്ടോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ സെക്കൻഡ് ജനറേഷൻ സ്കോഡ കോഡിയാക് ആണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മുംബൈ നഗരത്തിലാണ്. ശരിക്കും മുംബൈയുടെ രാത്രി കാഴ്ചകൾ മൊത്തവും ആസ്വദിച്ച ശേഷമുള്ള ഒരു ഷൂട്ടാണിത്. അപ്പോൾ മുംബൈ രാത്രിയിൽ വളരെ മനോഹരമാണ്, വിജനമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രീമിയം SUV എക്സ്പീരിയൻസ് ചെയ്യാൻ സ്കോഡ ഓട്ടോ ഇന്ത്യ ഒരു നൈറ്റ് ഡ്രൈവ് ആണ് തന്നത്. ഫോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ചെക്ക് റിപ്പബ്ലിക്കൻ ഓട്ടോമേക്കറായ സ്കോഡ ഓട്ടോ ഇന്ത്യയിലെത്തിയിട്ട് 25 വർഷങ്ങൾ പിന്നിടുകയാണ്. ബ്രാൻഡിൻ്റെ ലെഗസി എന്ന് പറഞ്ഞാൽ 130 വർഷവുമാണ്. ശരിക്കും കോഡിയാക് അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ വാഹനം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 3 എൻജിൻ ഓപ്ഷനുകളിലൊക്കെയുണ്ട്, ഹൈബ്രിഡ് ഓപ്ഷനിലുണ്ട്, അതുപോലെ തന്നെ ഡീസൽ ഓപ്ഷനിലുണ്ട്. പക്ഷേ ഇന്ത്യയിലെത്തുന്നത് 2 ലിറ്റർ പെട്രോൾ ഓപ്ഷനിലാണ്. അതായത് ടെക്നിക്കലി 1ാം ജനറേഷൻ സ്കോഡ കോഡിയാക്കുമായിട്ട് യാതൊരുവിധ മാറ്റങ്ങളും ഈ പുത്തൻ വാഹനത്തിലേക്കില്ല. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 5-7 സീറ്റർ കോൺഫിഗറേഷനിൽ ഉണ്ടെങ്കിലും ഇന്ത്യയിലേക്ക് എത്തുന്നത് 7 സീറ്റർ കോൺഫിഗറേഷനിൽ മാത്രമാണ്. സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ ഒരു ലെഗസി എന്ന് പറഞ്ഞാൽ 25 വർഷം അവർ പിന്നിടുന്നു. അവരുടെ ഒരു പോർട്ട്ഫോളിയോ ഇപ്പോൾ ഈ ഒരു വാഹനവും കൂടി വരുമ്പോൾ കൂടുതൽ മികവാർന്നതാകുകയാണ്. കൈലാക്കിൻ്റെ ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് സ്കോഡ ഓട്ടോ ഇന്ത്യ വലിയൊരു നേട്ടം കൂടി ഇന്ത്യയിൽ കൈവരിച്ചിരിക്കുകയാണ്. മാർച്ച് 2025 സെയിൽസ് കണക്ക് അവരുടെ ചരിത്രത്തിൽ ആദ്യമായി 7422 യൂണിറ്റുകൾ സ്കോഡ വാഹനങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ കഴിഞ്ഞു എന്നത് സ്കോഡ ഓട്ടോ ഇന്ത്യ അഭിമാനത്തോടു കൂടി പറയുകയാണ്. വാഹനത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 150 കിലോ വാട്ടാണ്. അതുപോലെ തന്നെ ടോർക്ക് 320 ന്യൂട്ടൺ മീറ്റർ ആണ്. ട്രാൻസ്മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7 സ്പീഡ് DCTയിലാണ്. 2 ലിറ്റർ ടർബോ പെട്രോളിലാണ് വാഹനം എത്തുന്നത്. വാഹനത്തിൻ്റെ സീറ്റിംഗ് കോൺഫിഗറേഷനെ കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് 7 സീറ്റർ കോൺഫിഗറേഷനിലാണ് ഇന്ത്യയിൽ ഈ വാഹനം സ്കോഡ ഓട്ടോ ഇന്ത്യ ഇനി വിൽക്കാൻ പോകുന്നത്. വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി 14.86 ആണ് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഒരു നൈറ്റ് മൊത്തവും ഈ വാഹനം ഓടിച്ചതിൽ നിന്നും എനിക്ക് ലഭിച്ചത് ഏകദേശം 10 കിലോമീറ്റർ ഫ്യൂവൽ എഫിഷ്യൻസിയാണ് എന്നുകൂടി പറയുന്നു. അപ്പം വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകാം. എന്താണ് മാറ്റങ്ങൾ? എന്തായാലും സ്ലീക്ക് ആയിട്ടുണ്ട്, സ്ലിം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ വാഹനത്തിന് നീളം കൂടിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള എക്സ്റ്റീരിയറിൽ ഇതിൻ്റെ ഡയമെൻഷൻ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്കോഡ കോഡിയാക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 155 mm ആണ്. രണ്ടാം ജനറേഷൻ സ്കോഡ കോഡിയാക് സ്കോഡ ഓട്ടോ ഇന്ത്യ ആദ്യമായിട്ട് നമ്മളെ കാണിച്ചത് 2025 ഭാരത് മൊബിലിറ്റി എക്സ്പോയിലാണ്. അപ്പോൾ തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു ഭംഗിയും ശരിക്കും സ്കോഡ വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ആകാംക്ഷയും ഒക്കെ തന്നെ നമ്മളുടെ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അറിയാൻ കഴിഞ്ഞതാണ്. സ്കോഡ ഓട്ടോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡ് വൈഡ് അവർ ശരിക്കും 4ാം സ്ഥാനത്താണ്. യൂറോപ്പിൽ 4ാം സ്ഥാനത്തും ഇന്ത്യയിൽ 7ാം സ്ഥാനത്തുമാണ്. എന്തായാലും ഇന്ത്യയിൽ അവർക്ക് ധാരാളം ആരാധകരുണ്ട്. അപ്പം പോർട്ട്ഫോളിയോ എൻറിച്ച് ആക്കുന്നതോട് കൂടിയിട്ട് കൂടുതൽ ലോക്കലൈസേഷന് പ്രാധാന്യം നൽകുന്നതോടുകൂടി കൂടുതൽ ഡീലർഷിപ്പുകളും സർവീസ് പോയിന്റുകളും വരുന്നതോടുകൂടി 2025 അവരുടെ പ്ലാനുകൾ വലുതാണ്. സ്കോഡയ്ക്ക് കൂടുതൽ മികവാർന്ന ഒരു നേട്ടം ഇവിടെ കൈവരിക്കാൻ പറ്റും എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇന്ത്യൻ ജനങ്ങൾക്ക് സ്കോഡ വാഹനങ്ങൾ കൂടുതൽ പ്രാപ്യമായത് അല്ലെങ്കിൽ കൂടുതൽ പ്രിയങ്കരമായത് മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗ് ലൈനിൽ, അതായത് MQB AOIN പ്ലാറ്റ്ഫോമിൽ വാഹനങ്ങൾ എത്താൻ തുടങ്ങിയപ്പോൾ മുതലാണ്. കൈലാക്ക് ആണെങ്കിലും സ്ലാവിയ ആണെങ്കിലും കുശാക്ക് ആണെങ്കിലും MQB AOIN പ്ലാറ്റ്ഫോമിൽ അവർ പൂർത്തീകരിച്ച വാഹനങ്ങളാണ്. ശരിക്കും ഈ വാഹനം ശരിക്കും ലോക്കലി അസംബ്ലി ചെയ്യുകയാണ്. വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ അസംബ്ലി ചെയ്യുന്നതോടുകൂടി തന്നെ ശരിക്കും മികച്ച ഒരു വിലയിൽ തന്നെ ഈ വാഹനം നമ്മുടെ കയ്യിലെത്തും എന്ന് പ്രതീക്ഷിക്കാം.
പുത്തൻ കോഡിയാക്കിനോട് മത്സരിക്കുന്നത് മോറിസ് ഗ്യാരേജസിൻ്റെ ഗ്ലോസ്റ്ററും അതേപോലെ വരാൻ പോകുന്ന MG M9 ഹിൻഡായി ടൂസോണും നിസാൻ എക്സ്ട്രയിലും ടൊയോട്ട ഫോർച്യൂണറും ജീപ്പ് മെറിഡിയനും ഒക്കെ തന്നെയാണ്. കോഡിയാക്ക് എത്തുന്നത് 2 വേരിയൻറ്റുകളിലാണ്. സ്പോട്ട്ലൈൻ എന്ന വേരിയൻറ്റും അതേപോലെ തന്നെ സെലക്ഷൻ LK എന്ന വേരിയൻറ്റും. LK എന്ന് പറഞ്ഞാൽ ലൗറീൻ ആൻഡ് ക്ലെമൻറ്റ് എന്നാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം. ലൗറീൻ ആൻഡ് ക്ലെമൻറ്റ് സ്കോഡ ഓട്ടോയുടെ ഫൗണ്ടർ മെമ്പേഴ്സാണ്. അവരോടുള്ള ഒരു ആദരവിൻ്റെ പേരിലാണ് അവർ എല്ലാ വാഹനങ്ങളിലേക്കും LK വേരിയൻറ്റ് എത്തുന്നത്. എൻ്റെ ഒപ്പം ഉള്ള ഈ നീല കളറുള്ള വാഹനം അതിൻ്റെ ഒരു സ്പോട്ട്ലൈൻ വേരിയൻ്റാണ്. ശരിക്കും സ്പോട്ട്ലൈൻ വേരിയൻറ്റിലെ ഒരു എക്സ്ക്ലൂസീവ് കളറാണ് ഈ ബ്ലൂ കളർ, റേസ് ബ്ലൂ എന്നാണ് പറയുന്നത്. പുത്തൻ കോഡിയാക്കിൽ എന്തൊക്കെയാണ് എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ? ബിഗർ, ബോൾഡർ, ബെറ്റർ എന്ന് തീർച്ചയായിട്ടും പറയാം. വാഹനത്തിൻ്റെ നീളം കൂടി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 4758 mm ആണ് പുത്തൻ ജനറേഷനിലെ കോഡിയാക്കിൻ്റെ നീളം. അതായത് ഫസ്റ്റ് ജനറേഷനേക്കാൾ 59 mm ആണ് കൂടിയിരിക്കുന്നത്. വാഹനം കുറേ കൂടി സ്ലീക്കായി തോന്നിയിട്ടുണ്ട്, ബോൾഡറായി തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തെ മുൻഭാഗത്ത് കുറേ അധികം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. LED ഹെഡ്ലൈറ്റിലേക്ക് അവർ കളേർഡ് ക്രിസ്റ്റലൈൻ എലിമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി കാഴ്ചയിലൊക്കെ ഇത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. സ്കോഡയുടെ സിഗ്നേച്ചർ എലിമെൻ്റായ ബട്ടർഫ്ലൈ ഗ്രിൽ കൂടുതൽ വൈഡറായിട്ടുണ്ട്. അതിലേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഈ വാഹനത്തിലേക്ക് ഒരു സ്ട്രിപ്പ് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ എയർ വെൻറ്റിലേക്കും മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോൺ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. വാഹനം ഒരു 4x4 പതിപ്പാണ്, SUV ആണ്. അപ്പോൾ എല്ലാവിധ പ്രൊട്ടക്ഷനും വേണം. അതേപോലെ മറ്റൊന്ന് പറയാനുള്ളത്, കഴിഞ്ഞ ജനറേഷനേക്കാൾ വാഹനത്തിൻ്റെ എയർ ഡ്രാഗിങ് കുറച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ശരിക്കും എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് 2ാം ജനറേഷനിലെ സ്കോഡ കോഡിയാക്ക് വാഹന നിർമ്മാതാക്കൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മുൻകാഴ്ചയിൽ ആർക്കും ഈ വാഹനം ഇഷ്ടമാകും. നമ്മളിപ്പോൾ ഇന്ന് ഡ്രൈവ് ചെയ്തത് ഇതിൻ്റെ സെലക്ഷൻ LK എന്ന വേരിയൻ്റാണ്. അപ്പം വാഹനം കൂടുതൽ പവർഫുൾ ആയിട്ടുണ്ട്, കൂടുതൽ സ്മൂത്തർ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ടെക്നോളജി ഒരുപാട് വന്നിട്ടുണ്ട്, കൺവീനിയൻസ് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ക്യാരക്ടർ ലൈൻ എല്ലായ്പ്പോഴും ഈ ഒരു വളരെ എലഗൻ്റായിട്ടുള്ള, വളരെ ഷാർപ്പായിട്ടുള്ള ഈ ലൈൻസ്, കർവുകൾ എല്ലാം തന്നെ സ്കോഡ വാഹനങ്ങളുടെ മുഖമുദ്രയാണ്. ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ ഭംഗിയും അതുതന്നെയായിരിക്കും. 18 ഇഞ്ച് അലോയ് വീലാണ് പുത്തൻ ജനറേഷനിലെ സ്കോഡ കോഡിയാക്കിന് എത്തുന്നത്. LK വേരിയൻ്റാണ് എന്നോടൊപ്പം ഉള്ളത്. ഇതിൻ്റെ അലോയ് വീലിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സ്പോട്ട്ലൈൻ വേരിയൻറ്റിൽ. അതേപോലെ തന്നെ ബോഡി കളേർഡ് ORVM ആണ്. ഇതിൻ്റെ ലോവർ പോർഷൻ ബ്ലാക്ക് ആണ്. ലോറിൻ ആൻഡ് ക്ലെമൻറ്റ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. മറ്റൊന്ന് പറയാനുള്ളത്, ഇതിൽ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് ടോണിലുള്ള ക്രോം എലിമെൻ്റ് അല്ലെങ്കിൽ മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു വിൻഡോ സ്ട്രിപ്പൊക്കെ തന്നെയും ബ്ലാക്ക് ആണ്. സ്പോട്ട് ലൈനിൽ ഡി പില്ലർ മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് ആണെങ്കിൽ LK വേരിയൻറ്റിൽ ഇവിടെ വ്യത്യസ്തമാണ്. ശരിക്കും ഇവിടെയായിട്ട് ബോഡി കളേർഡ് അല്ല, അലൂമിനിയം കളറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്പോയിലർ കൊടുത്തിരിക്കുന്നു, ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. സ്കോഡ കോഡിയാക്കിൻ്റെ റിയർ കാഴ്ച ഏറ്റവും മനോഹരമാണ്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇതിൻ്റെ C ഷേപ്ഡ് LED റിയർ ലൈറ്റാണ്. ഇതിനകത്തേക്ക് ആനിമേറ്റഡ് ഇൻഡിക്കേറ്റർ വാഹന നിർമ്മാതാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നെന്ന് വെച്ചാൽ ഈ C ഷേപ്ഡ് റിയർ ലൈറ്റുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡെക്കറേറ്റീവ് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. സ്കോഡ എന്ന് പറയുന്ന ലെറ്ററിങ് ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. 4x4 പതിപ്പെന്നുള്ള ഇത് വന്നിരിക്കുന്നു. അതേപോലെ തന്നെ കോഡിയാക്ക് എന്നുള്ളത് വന്നിരിക്കുന്നു. ഇതിലെ പിൻഭാഗത്തെ ബമ്പറിലേക്ക് അവരൊരു അലൂമിനിയം കളർ സ്ട്രിപ്പ് കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്. സെൻസേഴ്സ് ഒക്കെ തന്നെ ഇവിടെയായിട്ട് വരുന്നു. വാഹനത്തിൻ്റെ നീളം 4758 mm ആണ്. ഇതിൻ്റെ ഒരു വീതി 1864 mm ആണ്. അതേപോലെ തന്നെ പൊക്കം 1679 ആണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയിട്ടുണ്ട് വാഹന നിർമ്മാതാക്കൾ. 155 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 62 ലിറ്ററായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബൂട്ട് സ്പേസ് 270 ലിറ്ററാണ്. ടേണിംഗ് റേഡിയസ് 6.1 മീറ്ററാണ്. മറ്റൊന്ന് പറയാനുള്ളത്, ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ്.
4x4 പതിപ്പാണ്. 2 വേരിയൻറ്റുകളിലെ എല്ലാ വാഹനങ്ങളും 4x4 പതിപ്പിലാണ് എത്തുന്നത്. എന്തായാലും വാഹനം കൂടുതൽ ബോൾഡറായി, കൂടുതൽ സ്ലീക്കായി, കൂടുതൽ സ്മാർട്ടായി എന്ന് തീർച്ചയായിട്ടും ഇതിൻ്റെ എക്സ്റ്റീരിയർ കാഴ്ചയിൽ നമുക്ക് പറയാൻ സാധിക്കും. രണ്ടാം ജനറേഷൻ സ്കോഡ കോഡിയാക്കിൻ്റെ നീളം കൂടി എന്ന് ഞാൻ സൂചിപ്പിച്ചു. 4758 mm, അതായത് പഴയ ജനറേഷനേക്കാൾ 59 mm ആണ് അതിൻ്റെ നീളം കൂടിയത്. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസും കൂടിയിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും സംശയമാണ്. തീർച്ചയായിട്ടും പറയാം, ബൂട്ട് സ്പേസ് കൂടി. 11 ലിറ്ററാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ 3 റോകളും നിലവിൽ ഉള്ളപ്പോൾ ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 281 ലിറ്ററാണ്. ഈ തേർഡ് റോ പൂർണ്ണമായിട്ടും ടംബിൾ ചെയ്യാം. 786 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് അപ്പോൾ കിട്ടുക. സെക്കൻഡ് റോയ്ക്ക് 60-40 സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അതും കൂടിയൊക്കെ ടംബിൾ ചെയ്ത് കഴിഞ്ഞാൽ 1976 ലിറ്റർ ബൂട്ട് സ്പേസ് കിട്ടും. ഇതൊരു 7 സീറ്റർ വാഹനമാണ്, വലിയ SUV ആണ്, 4x4 പതിപ്പാണ്. അപ്പോൾ ദീർഘദൂര യാത്ര ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ ലഗേജുകൾ നൽകണം എങ്കിൽ ഒക്കെ അതിനുള്ള പ്രൊവിഷനുണ്ട്. എന്തായാലും സ്പെയർ വീലൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഹൂക്കുകൾ കൊടുത്തിട്ടുണ്ട്, ലഗേജ് ബാഗ് ഒക്കെ തൂക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷനൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം കൊടുക്കാമോ അതൊക്കെ തന്നെയും കൊടുത്തിരിക്കുന്നു. വാഹനത്തിലേക്ക് 13 സ്പീക്കറുകളും വൂഫറും ഒക്കെ തന്നെയാണ് വരുന്നത്. രണ്ടാം ജനറേഷൻ സ്കോഡ കോഡിയാക്ക് സ്കോഡ ഓട്ടോ ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടാണ്, സസ്റ്റൈനബിൾ ആയിട്ടാണ്. ഇക്കോ ഫ്രണ്ട്ലി ലെതർ കൊണ്ടും റീസൈക്കിൾഡ് മെറ്റീരിയൽസ് കൊണ്ടും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലെ കൂടുതൽ കാര്യങ്ങളും അവർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്, കംഫർട്ട് വന്നിട്ടുണ്ട്, കൺവീനിയൻസ് വന്നിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. തീർച്ചയായിട്ടും പുതിയ ജനറേഷൻ സ്കോഡ കോഡിയാക്കിൻ്റെ ഇൻറ്റീരിയർ ശരിക്കും പറഞ്ഞാൽ ലക്ഷറി എലിമെൻ്റ് ഒരുപാട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങളിത് ഒരു നൈറ്റ് ഡ്രൈവ് ആണ് സ്കോഡ ഓട്ടോ ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും രാവിലെ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി മൊത്തം ഈ വാഹനം ഇങ്ങനെ ഓടിച്ചതിൽ നിന്ന് ഒരുപാട് നമുക്ക് ഹെൽപ്ഫുള്ളാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിനകത്തേക്ക് ആംബിയൻ ലൈറ്റിംഗ് വന്നിട്ടുണ്ട്, സ്മാർട്ട് ഡയൽസ് വന്നിട്ടുണ്ട്, വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു യാത്ര, അതായത് നൈറ്റ് ഡ്രൈവ് ആയിരുന്നു. അതായത് മുംബൈയുടെ തിരക്കുകളിലൂടെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. സ്കോഡ കോഡിയാക്കിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടന്നിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലാർജ് ടച്ച് സ്ക്രീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ 32.77 സെൻറ്റിമീറ്ററാണ്. അതിങ്ങനെ സ്റ്റാൻഡ് അലോണായിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ കോക്ക്പിറ്റ്, അതും വളരെ ക്ലാരിറ്റിയുള്ള ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. നമ്മളെ ശരിക്കും ഒരു ഡ്രൈവർക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ 26.03 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വലിപ്പം. ഈ വിർച്വൽ കോക്ക്പിറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. നമുക്ക് എല്ലാ തരം സംഗതികളും അവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആണ്, റെസ്പോൺസീവ് ആണ് എന്നൊക്കെ തന്നെ പറയുന്നു. മറ്റൊന്ന് ഏറ്റവും എടുത്തു പറയാനുള്ളത്, പുതുതായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഡയൽസ് ആണ്. ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. ഡ്രൈവർക്കാണെങ്കിലും കോ ഡ്രൈവർക്കാണെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. രാത്രി നമ്മൾ ഈ വാഹനം കുറേ നേരം ഓടിച്ചു. അതിൽ ഏറ്റവും അധികം നമുക്ക് ഹെൽപ്പ് ചെയ്ത ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ സെലക്ടറാണ്. അപ്പോൾ പുത്തൻ കോഡിയാക്കിലേക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെ ലെഫ്റ്റ് സൈഡ് ഇവിടെ നിന്നും ഈ ഒരു ഗിയർ സെലക്ടർ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ തോന്നുന്നു. അപ്പോൾ ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ പറയുന്നു. ഇപ്പോൾ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. പിന്നെ ശരിക്കും സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് എല്ലാം തന്നെ നൽകിയിരിക്കുന്നു. ഇതിനകത്ത്
ഇതിനകത്തേക്ക് സ്കോഡ എന്ന് പറയുന്ന ബാഡ്ജിങ് നൽകിയിരിക്കുന്നു. സെക്കൻഡ് ജനറേഷൻ കോഡിയാക്കിൻ്റെ സീറ്റിംഗ് കംഫർട്ടിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഇതിനകത്തേക്ക് നൽകിയിരിക്കുന്നത് മുൻനിരയിൽ എർഗോ സീറ്റുകളാണ്. ലോങ്ങസ്റ്റ് ഡ്രൈവിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സീറ്റുകൾ എന്ന് പറയാം. ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗിയും ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങും ഒക്കെ തന്നെ നോക്കുക. തൈ സപ്പോർട്ടിനുള്ള സംഗതികൾ, ലെമ്പാർഡ് സപ്പോർട്ടൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മസാജിങ്, ന്യൂമാറ്റിക് മസാജ് നൽകിയിരിക്കുന്ന ഒരു സീറ്റുകളാണ് ഇതിനകത്തേക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വെന്റിലേഷൻ വന്നിട്ടുണ്ട്, ഹീറ്റിംഗ് വന്നിട്ടുണ്ട്, മസാജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിങ്ങിൻ്റെ ഒരു കംഫർട്ട്, സീറ്റിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ശരിക്കും നമുക്കിത് ഒരുപാട് രീതിയിൽ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. രണ്ടാം നിര തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും വാഹനത്തിൻ്റെ ഓണേഴ്സ് യാത്ര ചെയ്യുന്നത് രണ്ടാം നിരയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കംഫർട്ട് എലിമെൻറ്റ് കൂടുതലായിട്ടും വാഹന നിർമ്മാതാക്കൾ നൽകും. എന്തായാലും ഇവിടെയായിട്ട് ഐപാഡോ ഫോണോ ഒക്കെ തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. സീറ്റ് പൗച്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർട്ടൻ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. പനോരമിക് സൺറൂഫാണ്. ശരിക്കും പനോരമിക് സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്, ഹൂക്ക് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഹാൻഡ് റെസ്റ്റായിട്ടും കപ്പ് ഹോൾഡറും ഒക്കെ തന്നെ ഇവിടെയായിട്ട് വരിക്കുന്നു. എല്ലാ ഹെഡ് റെസ്റ്റുകളും സ്ലൈഡിംഗ് ആണ്. ശരിക്കും നല്ല സീറ്റിംഗ് കംഫർട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, അഡ്ജസ്റ്റബിൾ പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം യൂട്ടിലിറ്റി സ്പേസസ് ഉണ്ട്. ഇഷ്ടംപോലെ യൂട്ടിലിറ്റി സ്പേസസ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. എല്ലാ 7 സീറ്റർ വാഹനങ്ങളിലും നമ്മൾ സ്ഥിരമായി അനുഭവിക്കുന്നത് പോലെ തേർഡ് റോ പൂർണ്ണമായിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യാം എന്ന് പറയേണ്ടി വരുന്നു. ഇതിൽ ശരിക്കും വാഹനത്തിൻ്റെ വീൽ ബേസ് ഒന്നും കൂടിയിട്ടില്ല. അപ്പോൾ വീൽ ബേസ് അങ്ങനെ തന്നെ നിൽക്കെ ഇതൊരു 7 സീറ്റർ വാഹനമാകുമ്പോൾ അതിൻ്റെ 3-ാം നിരയിലെ പരിമിതികൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ 2ാം ജനറേഷനിലെ കോഡിയാക്കിലേക്ക് അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് എടുത്തു പറയുന്നു. വാഹനത്തിലേക്ക് അഡാസ് കൊണ്ടുവരാനുള്ള ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ തന്നെ വാഹനത്തിലേക്ക് അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഉൾപ്പെടുത്തും എന്നാണ് ഒഫീഷ്യൽസ് പറഞ്ഞിരിക്കുന്നത്. അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും സുരക്ഷയുടെ കാര്യത്തിൽ ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു വാഹന ബ്രാൻഡാണ് സ്കോഡ ഓട്ടോ ഇന്ത്യ. അപ്പോൾ ഈ വാഹനത്തിലേക്ക് മറ്റെല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വാഹനം ഒരു രാത്രി മൊത്തവും മുംബൈ നഗരത്തിലൂടെ ഓടിച്ചതിൽ നിന്നും എനിക്ക് പറയാനുള്ളത്, ശരിക്കും ആദ്യ ജനറേഷനിലെ വാഹനത്തിൽ ശരിക്കും സ്കോഡ തന്നെ ഒരുക്കിയ ഒരു ഡ്രൈവിൽ നമ്മളതിൻ്റെ ഓഫ് റോഡിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ട്രാക്കിലൂടെയൊക്കെ നാട്രാക്സിലൂടെയൊക്കെ ഓടിക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അന്ന് ഈ വാഹനം എക്സ്പീരിയൻസ് ചെയ്തത് ഫസ്റ്റ് ജനറേഷൻ വാഹനം ഓടിച്ചതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. 2ാം ജനറേഷനിൽ ഈ വാഹനം ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയത് വാഹനം കുറേ കൂടെ പവർഫുള്ളാണ്, കുറേ കൂടി എഫിഷ്യൻ്റാണ്, കുറേ കൂടെ സ്മൂത്തായിട്ട് തന്നെ തോന്നുന്നു. വാഹനത്തിൻ്റെ എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഡിസൈൻ വൈസ് അവർ ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എയർ ഡ്രാഗ് 0.33 നിന്നും അവർക്ക് കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റി. ഇപ്പോൾ എൻ്റെ ഹെയർ ഡ്രാഗ് കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 0.28 ആണ്. അപ്പോൾ വാഹനത്തിന് 1ാം ജനറേഷനിലെ സ്കോഡ കോഡിയാക്കിൽ നിന്നും 2ാം ജനറേഷനിൽ എത്തുമ്പോൾ ടെക്നിക്കലി യാതൊരു മാറ്റവുമില്ല. 2 ലിറ്റർ 4 സിലിണ്ടർ 7 സ്പീഡ് DCTയിലാണ് വാഹനം എത്തുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഇനിഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഇനിഷ്യൽ ടോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ഒരു രീതിയിലുള്ള ലാഗിങ്ങോ ഒന്നും നമുക്ക് തോന്നുന്നതേ ഇല്ല. വളരെ സ്മൂത്തായിട്ടുള്ള എൻജിൻ ട്രാൻസ്മിഷനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വാഹനത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് അവർ 9 എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ
നമുക്കിതിനകത്തെ കോർണർ സ്റ്റെബിലിറ്റിയെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ വയ്യ. വാഹനം ഒരു രക്ഷയുമില്ലാത്ത ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ഒരു യാത്രാസുഖം അത്രയ്ക്ക് മികച്ചതാണ്. പുത്തൻ സീറ്റുകളൊക്കെ തന്നെയും ഡിസൈൻ ചെയ്തിരിക്കുന്നതും കൺവീനിയൻസിനും കംഫർട്ടിനും ഒരുപാട് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ ഡ്രൈവറുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഹീറ്റിംഗ് ഫെസിലിറ്റി, അതുപോലെ തന്നെ കൂളിംഗ് ഫെസിലിറ്റി, മസാജിങ് ഫെസിലിറ്റി ഒക്കെ തന്നെ അതിനകത്തേക്കുണ്ട്. അപ്പോൾ മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന പിന്നെ ശരിക്കും ഗിയർ സെലക്ടർ അത് ഒരുപാട് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അതായത് ഏറ്റവും സുഖകരമായിട്ടൊരു ഡ്രൈവർക്ക് പെട്ടെന്ന് തന്നെ ഓരോരോ ഗിയർ സെലക്ട് ചെയ്യാൻ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ അടുത്ത് ഒരു റോട്ടറി നോബൊന്നും കൊടുക്കാതെ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് തന്നെ കൊടുത്തത് വളരെ നല്ലതായിട്ട് തോന്നി. അതുപോലെ തന്നെ സ്മാർട്ട് ഡയൽസും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയ ഒന്നാണ്. വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് 6.1 മീറ്ററാണ്. നമ്മൾ ഒരുപാട് യു ടേണുകൾ മുംബൈയിലൂടെ ഒത്തിരി ട്രാഫിക്കിലൂടെ രാത്രിയിൽ നല്ല വിജനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് വളരെ സ്മൂത്തായിരുന്നു. അപ്പം വാഹനത്തിൻ്റെ ഒരു പവറും കേപ്പബിലിറ്റിയും റൈഡിങ് കംഫർട്ടും, അതായത് ഓരോരോ സാഹചര്യത്തിൽ ഓരോ ടേണിങ്ങിലൊക്കെ വാഹനം എത്ര സ്മൂത്തായിട്ട് പോകുന്നു, എത്രത്തോളം പവർഫുള്ളാണ്, അതിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എത്രത്തോളമാണ് എന്നൊക്കെ അറിയാൻ പറ്റി. ഉയർന്ന വേഗതയിൽ പോലും വാഹനം എത്രത്തോളം സ്റ്റേബിൾ ആണെന്ന് അറിയാൻ പറ്റി. എല്ലാ രീതിയിലും വളരെ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് പുത്തൻ ജനറേഷനിലെ സ്കോഡ കോഡിയാക്ക്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത്, നമുക്കിതിനകത്തേക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇക്കോ മോഡുണ്ട്, സ്പോർട്ട് മോഡുണ്ട്, നോർമൽ, ഓഫ് റോഡ്, ഇൻഡിവിജ്വൽ, സ്നോ എന്നിങ്ങനെ 6 ഡ്രൈവ് മോഡ്സാണ് പുത്തൻ കോഡിയാക്കിലേക്ക് എത്തിയിരിക്കുന്നത്. പിന്നെ ഒരുപാട് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം വീണ്ടും എടുത്തു പറയുന്നത് ഇൻ്റലിജൻറ്റ് പാർക്ക് അസിസ്റ്റ് ഉണ്ട്. ഇപ്പം അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ഒരുവിധം എല്ലാ സേഫ്റ്റിക്കും ഒരു വാഹനത്തിലേക്ക് വേണ്ട എല്ലാവിധ അലർട്ടുകളും സേഫ്റ്റി സപ്പോർട്ടും പുത്തൻ കോഡിയാക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ എയറോഡൈനാമിക്സിന് പ്രാധാന്യം കൊടുത്ത വാഹനം വളരെ സ്പോർട്ടിയാണ്. അതേപോലെ ഇതിനകത്തേക്ക് മൈ സ്കോഡ പ്ലസ് ആപ്പ് വന്നിട്ടുണ്ട്. ഡിജിറ്റൽ ലോകത്തെ എത്രത്തോളം വാഹനത്തിലേക്ക് കൊണ്ടുവരാം, നമ്മളുടെ വിരൽത്തുമ്പിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഓരോ സെഗ്മെൻറ്റിലും എത്രത്തോളം അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ പറ്റി. സ്കോഡയുടെ ഏറ്റവും നല്ല വാഹനം, അതായത് അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള സ്കോഡ കോഡിയാക്കിൻ്റെ 2nd ജനറേഷൻ ഓടിച്ചുകൊണ്ടുള്ള ഒരു യാത്രാനുഭവം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. എല്ലാ അർത്ഥത്തിലും ഇത് പൂർണ്ണമായിട്ടും ഇഷ്ടമായി. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.